Hello guys, welcome back to my YouTube channel. ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൈസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നും വെറൈറ്റി ചോറ് ഇങ്ങനെ സാധാരണ ചോറ് കഴിച്ച് മടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ചോറ് ഉണ്ടാക്കാതെ ഞങ്ങളിവിടെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇത് ഇവിടുത്തെ പണ്ടാൻ ലീഫ് എന്ന് പറയും. നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ് കേട്ടോ. ഇത് ബിരിയാണി ഇല എന്നൊക്കെയാണ് ഇത് പറയാന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഈ ഇലയാണ്, നല്ല മണമാണ്. ഓക്കെ, അപ്പൊ ഇത് കിട്ടുന്നവരെ കുറച്ച് ഇല എടുത്തോളൂ. കുറച്ച് ഇല ഞാനിപ്പം അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങയാണ്, ഒറിജിനൽ തേങ്ങയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ആദ്യം ഇതിനകത്തോട്ട് ഇട്ടു കുറച്ച്. അതിനുശേഷം നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഇല ഇത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു മൂന്ന് നാല് ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടിപ്പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ എടുത്തേക്കാം. ഒരു 4 ഇല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് മുറിച്ചിടുവാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ റൈസ് ഒന്നോ. വെറൈറ്റി റൈസ്. ഇത് വേണം രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരാം. ഹലോ ഗൈസ്, എനിക്ക് ജലദോഷം കൂടി വലിക്കും, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഈ ഇല വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട് ഇതിനകത്ത് നമുക്ക് ചോറ് വെക്കാമെന്ന് പാത്രത്തിനകത്ത് ഇടാം. പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാലും ചേർത്ത് ഈ ഇലയും കൂടെ ജസ്റ്റ് വേണം ഇടാം. ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയും ഇതും കൂടെ അരയ്ക്കും. ഇത്തിരി വെള്ളം കൂടെ ചേർത്ത്, ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് വരാം. ഓക്കെ, വരും. ഇത് ഞാൻ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അരച്ചെടുക്കും കേട്ടോ. അരച്ചിട്ട് ഇങ്ങനെ തേങ്ങാപ്പാലായിട്ട് എടുക്കും. പൊന്നു ഗൈസ്, ഇതാണ് തെറിച്ചു. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. വെള്ളം കൂടിപ്പോയാൽ തെറിക്കും. എന്നിട്ട് നമ്മൾ പിന്നെ അരിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുണ്ടേ കുക്കിങ്ങിന്. പിച്ചാത്തി പഴം മുറിയാതെ പിച്ചാത്തി. അവന്റെ ഒക്കെ ഒരു പിച്ചാത്തി. അതൊക്കെ സ്വാഭാവികമാണ്. ഇതാണ് ഇഞ്ചി. അപ്പൊ ഞാന് എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ടേ, ഇത് ഞാൻ തേങ്ങയും അതുപോലെ പണ്ടാൻ ലീഫും കൂടെ നന്നായിട്ട് അരച്ച് അതിന്റെ പാലെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചാൽ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ബസുമതി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇവിടെ ഞങ്ങള് പച്ചരിയും കൊണ്ട് ചോറൊക്കെ വെക്കും കേട്ടോ. ഈ ഗ്ലാസ്സിന് നമ്മുടെ സാധാരണ ഗ്ലാസ് ഉണ്ടല്ലോ, ഇതിന് 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കാറുള്ളത്. ഓക്കെ, അപ്പൊ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ അളന്ന് ഇതിനകത്ത് ചേർക്കും. 1 ഓക്കെ, ഇത് 2 ഗ്ലാസ് ഈ വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ഗ്ലാസ് ഞാൻ സാധാരണ വെള്ളം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കും.
ഒന്ന് ഇപ്പം 1 4. അപ്പൊ ടോട്ടല് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഇതിപ്പോ 2 ഗ്ലാസ് അരി ഉള്ളതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം. ഇത് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ദേ ഈ ഇഞ്ചി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇഞ്ചി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ശകല ഉപ്പ്, തുള്ളി. ഇച്ചിരി ഉപ്പ്, എന്താ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഏത് പുഷ്പത്തിന്റെ ഇല അതിട്ട നീല കളർ കിട്ടും. അത് നമുക്ക് വേറെ ദിവസം കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇത്ര ഉള്ള പരിപാടി. ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിനുശേഷം അടുപ്പത്ത് വെക്കുക. റൈസ് കുക്കറിൽ. റൈസ് കുക്കറിന്റെ അടപ്പ് കാണുമല്ലോ. ഓക്കെ, നമുക്ക് വെച്ചിട്ട് ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്ര ഉള്ള പരിപാടി. ഇതിന് അവിടെ ഇരുന്ന് എന്താ പറയാ, പാകത്തിന് അവിടെ ഇരുന്ന് വെന്തോളും കേട്ടോ. അപ്പൊ അതിന് വെന്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ അതേ നല്ല സുട അതേ റൈസ് റെഡി ആയിട്ടുണ്ട്. എന്താ നല്ല അടിപൊളി റൈസ്. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വെറുതെ ഈ ചോറ് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാം, മീൻ ഫ്രൈ കഴിക്കാം, മീൻ സമ്പല്, ഇവിടുത്തെ പ്രത്യേക സമ്പല്. ഇല്ലെങ്കിൽ ഗ്രേവി ഒന്നും ഒഴിച്ച് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ചുമ്മാ വെറുതെ കഴിക്കാം. നല്ല അടിപൊളിയാണ്. ഇപ്പൊ കറി ഒന്നും ഇല്ലേലും നമുക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ കിഴങ്ങ് മെഴുക്ക് വരട്ടി, നല്ല കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടല്ലോ. വെജിറ്റേറിയൻകാരൊക്കെയാണ് കിഴങ്ങ് മെഴുക്ക് വരട്ടി അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാ. ഇല്ല കോഴിയുടെ ഒരു ആവശ്യവും ഇല്ല. ഇതിങ്ങനെ ചുമ്മാ വെറുതെ കഴിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് അല്ലേ? മറ്റേ സാധനം ഞാൻ ഇട്ടിട്ടില്ല, ചിക്കൻ്റെത്. അപ്പൊ അതെ ഇന്നത്തെ കട്ട് ചെയ്തേക്കണം ഇടയ്ക്കൊന്ന്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.